അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയ പ്രവാചകൻ ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 28-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമ. വല്ലാഹു അല്ലാഹു തആല യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, അൻ യതൂബ അലൈക്കും, അൻ യതൂബ മടങ്ങി വരുവാൻ, അലൈക്കും നിങ്ങളിലേക്ക്, നിങ്ങളുടെ മേൽ, നിങ്ങളിലേക്ക് അല്ലാഹു തആല മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരും കുറ്റങ്ങൾ ചെയ്തവരും കുറവുകളുള്ളവരുമാണ്. എന്നാൽ നമ്മൾ അത് തിരുത്തി ശരിയാക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ഇതാണ്, അല്ലാഹു യുരീദു അൻ നതൂബ അലൈക്കും, നിങ്ങളിലേക്ക് അവൻ മടങ്ങി വരുവാൻ, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ അവൻ അവൻ ഒരുക്കമാണ്. ഇനി വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി, വയുരീദു മറ്റൊരു വിഭാഗം ആളുകൾ ഉദ്ദേശിക്കുകയാണ്, അല്ലദീന യത്തബിഊന അവർ പിന്തുടരുന്നത്, അല്ലദീന ആ ഒരു വിഭാഗം ആളുകൾ ഉദ്ദേശിക്കുന്ന, യുരീദുല്ലദീന യത്തബിഊന അവർ പിന്തുടരുന്നത്, അശ്ശഹവാത്തി ഇച്ഛകളെയാണ്, തങ്ങളുടെ ശരീര ഇച്ഛകൾ, ഇഹലോകം എന്താണോ തങ്ങളോട് നല്ലതെന്ന് തോന്നിക്കുന്നത് ആ ഇച്ഛകളെ പിന്തുടരുന്നതാണ്. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി, അങ്ങനെ ഈ ശരീര ഇച്ഛകൾ പിന്തുടരുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അൻ തമീലു മൈലൻ അളീമ, നിങ്ങൾ വ്യതിചലിക്കണമെന്നാണ്. അൻ തമീലു, ഈ നേർപാതയിൽ ഇങ്ങനെ പോകരുത്, അവൻ അങ്ങനെ നേർപാതയിൽ പോകരുത്. മൈലൻ അളീമ,
വമ്പിച്ച തോതിൽ വലിയ നിലയിൽ ഈ നേർമാർഗം വിട്ട് തോന്നിവാസം പോലെ ജീവിക്കണം എന്നാണ് അവരുടെ ഇച്ഛകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ വെറും മനുഷ്യർ, കുറേ ഇച്ഛകൾ കൊണ്ട് നിറയപ്പെട്ടവരാണ്. ഇഹലോകത്തിലേക്ക് നമ്മൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ കാണുവാൻ കഴിയും. അതൊക്കെ ശരീരത്തിനും മനസ്സിനുമൊക്കെ കുളിര് കോരുന്നതൊക്കെ ആയിരിക്കാം. എന്നാൽ അത് വേണ്ടതുപോലെ അല്ല എങ്കിൽ അത് പൊള്ളും. അത് വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ്. അപ്പോൾ യുരീദുല്ലദീന യത്തബിഊന ശഹവാതി, ശരീര ഇച്ഛകളെ പിന്തുടരുന്നവർ ഉദ്ദേശിക്കുന്നത് അൻ തമീലു മൈലൻ അളീമ, നിങ്ങൾ വമ്പിച്ച വഴികേടിൽ അകപ്പെട്ടു പോകണം എന്നുള്ളതാണ്. ആയതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീര ഇച്ഛകൾ നമ്മളോട് പറയുന്നതല്ല പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു തആല നമ്മളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഞാനും നിങ്ങളുമെല്ലാം ശരീര ഇച്ഛകൾക്ക് അടിമപ്പെട്ട് കഴിയുകയാണോ അല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കേണ്ടതാണ്. നമ്മുടെ ശരീര ഇച്ഛകൾ നമ്മളെ വമ്പിച്ച തോതിൽ വ്യതിചലിപ്പിക്കണമെന്നാണ്. നേർവഴിയിലൊന്നും പോകരുത് കേട്ടോ. ഒക്കെ നമുക്ക് അങ്ങനെ നമ്മൾ കുറേ ഇച്ഛകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഖലീഫത്തുല്ലാ, അല്ലാഹു വാണ്ട്സ് ടു ആക്സെപ്റ്റ് യുവർ റിപ്പൻറ്റൻസ് വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും എന്ന് പറയുമ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്നു ടു ആക്സെപ്റ്റ് യുവർ റിപ്പൻറ്റൻസ്, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്നാണ്. ബട്ട് ദോസ് ഹു ഫോളോ ദെയർ പാഷൻസ്, എന്നാൽ ആരാണോ തങ്ങളുടെ ഇച്ഛകൾ പിന്തുടരുന്നത്, വാണ്ട് യു ടു സ്ട്രേ ഫാർ അവേ ഫ്രം ദ റൈറ്റ് പാത്ത്, നിങ്ങളെ നേർപാതയിൽ നിന്നും വളരെ ദൂരത്ത് കൊണ്ട് കളയണമെന്നാണ് ആ ശരീര ഇച്ഛകൾ ആയി ആഗ്രഹിക്കുന്നവർ വിചാരിക്കുന്നത്. കാരണം അവരുടെ ഇച്ഛകളൊക്കെ അങ്ങനെ ആകുമ്പോഴേ അത് നടപ്പിലാവും. ശരീര ഇച്ഛകൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്ത് എവിടെയും പോയി എങ്ങനെയും കഴിയാം. പക്ഷേ അതിനൊരു അവസാനമുണ്ട്, ഒരു അന്ത്യമുണ്ട്. പരാജയത്തിൻ്റെ, അശാന്തിയുടെ കയ്പിന് കുടിക്കേണ്ട ഒരു ടൈം അവരുടെ മുന്നാകെ വരും. അതിനായി റൈറ്റ് പാത്ത് തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തു പോയെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ കളയുന്നില്ല, ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരിക. പക്ഷേ നിങ്ങളതൊന്ന് ക്ലിയർ ചെയ്യണം. അല്ലാഹു തആല അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അവരിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് അവൻ ജാഗ്രതയോടുകൂടി സദാ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ സൃഷ്ടികളൊന്ന് പശ്ചാത്തപിക്കുന്നു, അവരൊന്ന് തിരുത്തുന്നു, അവർ നല്ലവരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇല്ല, അവർ ധിക്കാരികളാണ്, അവർ നിഷേധികളാണ്, അവർ എല്ലാ നിലയിലും ഈ വചനത്തെ തള്ളിക്കളയുന്നവരാണ്. അല്ലാഹു തആല പറയുന്നു, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിക്കൽ ഇൻസാനു ദഈഫാ. യുരീദുല്ലാഹു, സൂറത്തുൻ നിസായിലും 29-ാമത്തെ വചനം, ചെറിയ ഒരു വചനം. യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നത്, അൻ യുഖഫിഫ അൻകും, ലൈറ്റൻ യുവർ ബർഡൻ, നിങ്ങളുടെ ഈ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ ജീവിതഭാരങ്ങളെ ഒന്ന് ലഘുവാക്കുവാനാണ്. ഈ എടുക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോകണ്ട മക്കളെ. നിങ്ങൾ കണ്ട ഈ ചെറിയ ലൈറ്റായ ലഘുവായ ഈ സാധനം കയ്യിലെടുത്തോളൂ. അപ്പോൾ എന്താ യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അൻ യുഖഫിഫ, ലഘുവാക്കുവാനാണ്, ചെറുതാക്കുവാനാണ്, ബുദ്ധിമുട്ടില്ലാതാക്കുവാനാണ് അൻകും, നിങ്ങളിൽ നിന്നുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ. നിങ്ങൾ എടുക്കാൻ വയ്യാത്ത ഭാരമെടുത്ത് തലയിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന എൻ്റെ സൃഷ്ടികളായ എൻ്റെ അടിമകളെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന, ഞാൻ ഉപദേശിച്ചു തരുന്ന, ഞാൻ കൽപ്പിച്ചു തരുന്ന ഈ കാര്യങ്ങളനുസരിച്ച് നിങ്ങളുടെ ജീവിതം ലഘുവായി തീരുവാൻ, എളുപ്പമുള്ളതായി തീരാൻ, പ്രയാസരഹിതമായി തീരാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിക്കുന്നു. ഖുലിക്കൽ ഇൻസാനു ദഈഫ, ഈ ഉപദേശമൊക്കെ നൽകുന്നത് എന്താ? ഖുലിക്കൽ ഇൻസാനു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദഈഫ,
ദുർബലനായിട്ടാണ്. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊക്കെ വെറും ദുർബലന്മാരാണ്. പിന്നെ ഈ ബലമോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവൻ പറയുന്നതനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ദുർബലത, നമ്മുടെ ദൗർബല്യം മാറി നമ്മളെ രക്ഷിച്ച് അവൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മളൊക്കെ താന്നിത്തന്മാരുകളാണ്. അതുകൊണ്ട് ഹുലിക്കൽ ഇൻസാന് ലൈഫ, നിങ്ങളെ ബലഹീനരായി ദുർബലരായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യം മൂലം നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് കുറവുകൾ സംഭവിച്ചവരാണ്. അതൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുക, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങൾ എന്നിലേക്കൊന്ന് ഞാൻ എത്തുമ്പോഴേക്കും അവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് അല്ലാഹു. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ കൽപ്പനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം എളുപ്പമായി തീരുവാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ അനർഘമായ ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ. മാൻ ഈസ് ബൈ നേച്ചർ വീക്ക്, പ്രകൃത്യാ തന്നെ മനുഷ്യൻ ദുർബലനാണ് എന്നും, ആൻഡ് കനോട്ട് ഫൈൻഡ് ബൈ ഹിംസെൽഫ്, അവന് സ്വയം കണ്ടെത്താൻ കഴിയുകയില്ല എന്നും, ദ വേസ് ഓഫ് സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റ്, ആത്മീയമായ ഉപരിതലങ്ങൾ കണ്ടെത്തുവാൻ അവന് സ്വയമേവ കഴിയില്ല. അവൻ ദുർബലനാണ്, അവന് കഴിവില്ലതിന്. ഇഫ് അല്ലാ ഡസ് നോട്ട് പ്രൊവൈഡ് ഹിം ദ നെസസറി ഗൈഡൻസ്, അല്ലാഹു തആല അവന് ആവശ്യമായ മാർഗദർശനം നൽകുന്നില്ലെങ്കിൽ ദുർബലനായ മനുഷ്യന് അവന് സ്വയം ആത്മീയ അഡ്വാൻസ്മെൻറ്റ്, സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി, ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയില്ല. കാരണം അവർക്കറിയില്ല, അറിവില്ല, ആ രംഗം അവർക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ സ്പിരിച്വാലിറ്റി ഗൈഡൻസുമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. സോ അല്ലാഹ് സെൻസ് ഡൗൺ ഗൈഡൻസ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? മാർഗദർശനം അവൻ പുറപ്പെടുവിക്കുന്നു, അവൻ അയക്കുന്നു. ത്രൂ ഹിസ് മെസ്സഞ്ചേഴ്സ്, അവൻ്റെ ദൂതന്മാരിലൂടെയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ള പ്രവാചകന്മാർ, തുടർന്ന് അവൻ പരിപൂർണമാക്കി തന്ന ഗ്രന്ഥത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുന്നു. മനുഷ്യരാശിക്ക് മാർഗദർശനം സ്വയമേവ പറ്റത്തില്ല. അതിൻ്റെ കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള ആൾ തന്നെ എറ ഓഫ് ഹിസ് ചൂസിങ്, അവൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തിൽ അവൻ അപ്രകാരം അവൻ്റെ ദൂതന്മാരെ നിയോഗിക്കുകയും ഈ ആത്മീയ വെളിച്ചം ലോകത്തിന് നൽകുകയും ചെയ്യുന്നു. എല്ലാവരും സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഒരാൾക്ക് കിട്ടിയാലും അള്ളാഹു സംതൃപ്തന്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞാൽ വെച്ച് പോയെന്ന് വിചാരിച്ചാൽ ഒരു നഷ്ടവും സംഭവിക്കുന്ന കേസല്ല. കാണാമില്ല, കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി, താഴോട്ടും മേലോട്ടുമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അവൻ്റെ സൃഷ്ടി വൈഭവവും അവൻ്റെ ഖജനാവും അവൻ്റെ ആ ഗാംഭീര്യവും എന്താണെന്ന് കാണാൻ. പക്ഷിക്കൂട്ടങ്ങളെ വിട്ടാൽ മതി, നമ്മളെല്ലാവരും പോവും. നമ്മളെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന പാടങ്ങളിൽ അവൻ്റെ സൈന്യങ്ങളായ പക്ഷികളെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണമില്ലാതെ തന്നെ നമ്മൾ. അതുപോലെ അല്ലാഹു തആല അവൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന ആകാശത്തിലും ഭൂമിയിലുമായിട്ട് നിർത്തിയിരിക്കുന്ന ആ ജലത്തെ ഭൂമിയുടെ ഉപരിഭാഗത്തേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ തീർന്നു. അവൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന അവൻ്റെ കാറ്റ്, ആ പടയാളിയെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലൊന്നും കാണില്ല. മഴ, ഇടി, മിന്നൽ, എന്തുമാ അവൻ്റെ സൈന്യങ്ങൾ അപാരങ്ങളാണ്. അങ്ങനെയുള്ള അല്ലാഹു തആലയ്ക്ക് നമ്മളാരും ആരാധിച്ചില്ല എന്ന് വിചാരിച്ചാൽ അവിടെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അവൻ്റെ കാരുണ്യം, അവൻ്റെ ഉത്കൃഷ്ടമായ സൃഷ്ടി എന്ന നിലയിൽ ദാറ്റ് ഹി മേ ബി റൈറ്റ്ലി ഗൈഡഡ്. അതുകൊണ്ട് അവൻ നേർവഴിയിലൂടെ പറഞ്ഞു തരുന്നത്. ഫോർ ഹീ കെയർസ് ഫോർ ഹിം, അവൻ അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുകയാണ്, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. ഈ അക്രമമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും അവൻ്റെ കരുണരസം കൂടി നിൽക്കുന്നുകൊണ്ട് അവർക്ക് ആഹാരവും വെള്ളവും പാർപ്പിടവും ഒക്കെ കൊടുക്കുന്നു. തെമ്മാടികളായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ കഴിയുന്നത്. അല്ലാതെ അള്ളാൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയുള്ള ആളുകളുടെ രീതികളും ലക്ഷണങ്ങളും കാണുമ്പോഴും നമുക്ക് അറിയാം. അവർ അതിനു വേണ്ടിയായിരിക്കും, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളായിരിക്കും അവർ തയ്യാറാക്കിയെടുക്കുന്നത്.
ഇൻഡീഡ് അല്ലാഹ് ഡസ് നോട്ട് ഓവർ ബർഡൻ. തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരം ചുമത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നവനല്ല. ഹി സെർവൻ എക്സെപ്റ്റ് വിത്ത് ദാറ്റ് വിച്ച് ഹി ക്യാൻ ബിയർ. അവന് വഹിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ അവനോട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല. അതിനാണ് ചോദ്യവും ഉത്തരവും വരുന്നത്. വെരിലി ഹി ഈസ് നെവർ അൺജസ്റ്റ് ടുവേഴ്സ് മാൻ. ഒരു കാര്യം തീർത്തും മനസ്സിലാക്കുക. വെരിലി, തീർച്ചയായിട്ടും ഹി ഈസ് നെവർ അൺജസ്റ്റ് ടുവേഴ്സ് മാൻ. മനുഷ്യനോട് ഒരു നിലയിലും അവൻ അനീതി പ്രവർത്തിക്കുന്നവനല്ല, അന്യായം പ്രവർത്തിക്കുന്നവനല്ല. ബട്ട് ഇഫ് ഹി സെർവൻറ്റ് ഫോളോസ് ഹിസ് പാഷൻസ്. ഇനി അവൻ്റെ ദാസന്മാർ എന്ന് തന്നെ പറയുന്നത്, അവരുടെ ഇച്ഛകൾ അവർ പിന്തുടരുകയാണെങ്കിൽ, ബട്ട് ഇഫ് ഹിസ് സെർവൻറ്റ് ഫോളോസ് ഹിസ് പാഷൻസ് ആൻഡ് റീബഫ്സ് ദ ഡിവൈൻ മെസ്സേജസ്. ഈ ദൈവിക വചനങ്ങളെ റീബഫ് ചെയ്താൽ, ഉപേക്ഷിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, വേണ്ടാന്ന് വെച്ചാൽ, ആൻഡ് മെസ്സഞ്ചേഴ്സ്, ദൂതന്മാരെയും വേണ്ട, ഈ വചനങ്ങളും വേണ്ട, ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്നങ്ങ് തീരുമാനിച്ചാൽ, ഹി ഷാൽ ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാത്ത്. അവൻ നേർപാതയിൽ നിന്നും വഴിതിരിച്ച് പോയത് തന്നെയാണ്. ആൻഡ് ബിക്കം കമ്പാനിയൻ ഓഫ് ദ ഫയർ. അവൻ അഗ്നിയുടെ സുഹൃത്തായി മാറും. നരകാഗ്നിയിലേക്ക് അവർ പ്രവേശിക്കും. അധികലോകത്തും പരലോകത്തും ആ നരകാഗ്നി അവരെ ആ ബാധ ചൂടുന്നതാണ്. അതുകൊണ്ട് അതിനു മുമ്പ് പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പലായനം ചെയ്തു കൊള്ളുക. പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രവർത്തിച്ചു കൊള്ളുക. ആ നിമിഷം എപ്പോഴാണ് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ അതിമഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഭക്തദാസന്മാരായി തരുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹസ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.